Good evening. Good evening, madam. Good evening, madam. Good evening, madam. Good evening, ma'am. Good evening. Good evening, madam. Good evening. Okay. Okay, we can start. Who is going to do prayer? Ma'am, can I try one? Okay, nice. But എന്റെ ഇവിടുത്തെ ഇഷ്യൂ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വോയിസ് ബ്രേക്ക് ആയിരുന്നു. അതിനിടയ്ക്ക് കണ്ടു. ഞങ്ങൾക്കും കേൾക്കുന്നില്ലായിരുന്നു. ആണോ? നെറ്റ് ഇഷ്യൂ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, ഇപ്പൊ പറഞ്ഞപ്പോ കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് അവസരങ്ങളുണ്ട്. സാരമില്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എന്തിനും. നോ പ്രോബ്ലം. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? Sign in, ma'am. Good evening, all. Respected teacher and my friends, you all are welcome here and valued every moment you stay with us. We all are enter as strangers. We will leave as friends. Thank you. Okay. Hi, ma'am. Thought of the day പറയുന്നത് ഞാനാണേ. Education is the most powerful weapon which you can use to change the world. Once more, education is the most powerful weapon which you can use to change the world. Thank you. Okay, fine. So education is the most powerful weapon. Okay. So നമുക്കത് ഏത് ഏജ് വരെ നമുക്കത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നൊന്നല്ലല്ലോ കാര്യം. നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷന്റെ മുൻപില്. ലൈക്ക് നമ്മൾ പറയും കുട്ടികൾക്ക് ചൊട്ടയുടെ ശീലം ചുടല വരെ എന്ന് പറയൂല്ലേ. അവർ ആ ചെറുപ്പത്തിൽ അവരുടെ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 3 to 6 years ആണ് ആ ഫൗണ്ടേഷൻ ശരിക്കും സ്ട്രോങ് ആവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവർ ശീലിക്കുന്നതെല്ലാം അവരൊരു അഡൾട്ട് ആകുന്നവരെ ഉണ്ടാകുന്നു. കുറച്ച് മുതിർന്ന കുട്ടികളെ, അഡോളസൻസിലായ കുട്ടികള് ഭയങ്കര ബുദ്ധിമുട്ട് ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ടീച്ചേഴ്സ് പറയോ അതിനെയൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറയുമെങ്കിലും ചില ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആ കുട്ടികളിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ശരിയല്ലേ?
നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ എത്ര പ്രായമായി അവര് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആരെയും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നമ്മളുടെ കാര്യം. അവരെ ചേർത്ത് പിടിക്കുക, അവരെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരത് ചെയ്തോളും, കാരണം അവർ ആ ട്രാക്കിലായി കഴിഞ്ഞു. അതേസമയം അതിൽ നിന്ന് ഡീവിയേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു 3 to 6 ഇയേഴ്സിലെ കുട്ടികളെ ആയിരിക്കും കിട്ടുന്നത്. ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടീച്ചർമാർ ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ട്യൂഷൻസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും. വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങൾ യൂസ് ചെയ്യുന്ന വെപ്പൺ ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് അല്ല, അത് ടു നോ അവർ സെൽഫ്, നമ്മളെ അറിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫിനെ തിരിച്ചറിയുന്നതാണ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഈ ഒരു കോഴ്സിന് ചേർന്നു, കുറെ പേര് കുറെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരൊക്കെ ആയിരിക്കാം ഈ ഒരു കോഴ്സിന് ചേർന്നത്, കുറച്ച് പേരെങ്കിലും. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ച് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് തുടങ്ങി അതിന് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ മേർജ് ചെയ്ത് പോകുന്ന സമയത്ത് പലതും തിരിച്ചറിയുന്നത് നിങ്ങളുടെ പൊട്ടൻഷ്യൽസ്. എനിക്കിതൊക്കെ പറ്റുമായിരുന്നു, ഐ ആം ഗുഡ് എന്ന് പറഞ്ഞിട്ടൊരു പാറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പല അസൈൻമെന്റ്സും ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഫോർ മാർക്സ്, അത് മാർക്കിന് വേണ്ടിയുള്ളതല്ല. ഒരാൾ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എനിക്കിന്ന് 8th ബാച്ചിലൊരു കുട്ടി, അവർക്ക് ഓൾമോസ്റ്റ് തീരാറായിട്ടോ, അപ്പൊ അവരുടെ റെക്കോർഡ് റൈറ്റിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, ഉണ്ടോ? ഞാൻ സിമ്പിൾ ആയിട്ടുള്ള 2 റെക്കോർഡ് റൈറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ഇന്ന് തരാം. അപ്പൊ ഈ 5 റെക്കോർഡാണ് നമ്മൾ എഴുതേണ്ടത്. ഈ 5ഉം നമ്മളുടെ പല പല പൊട്ടൻഷ്യല് പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. 5 4 ഡെഫിനറ്റ്ലി. 5ാമത്തത് മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ളതാണ്. അത് പിന്നെ ഓൾറെഡി നമുക്കുള്ള കാര്യം നമ്മൾ അതിൽ കോപ്പി ചെയ്യുന്നു എന്ന് മാത്രം. ബാക്കി 4 നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, നിങ്ങളുടെ ഐഡിയയാണ്. അതെവിടെ പോയി ഗൂഗിൾ ചെയ്തോ എയോട് ചോദിച്ചിട്ടോ ചാറ്റ് GPT ചോദിച്ചിട്ടോ ഒന്നും കിട്ടുന്നതൊന്നല്ല. നമ്മൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് നമ്മൾ റെക്കോർഡ് ബുക്കിൽ, ആ 4 റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കുന്നത്. അസൈൻമെന്റും അത് തന്നെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്കിതൊക്കെ പറ്റുമായിരുന്നു. അപ്പൊ നമ്മളൊന്ന് പാറ്റ് ചെയ്യും, ഐ ആം ഗുഡ് എന്നുള്ളത് ബെസ്റ്റ് തന്നെ പറയും നമ്മൾ. അതുപോലെയാണ് ഇതിനകത്ത്. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നു ഈ ഒരു ഏജില്. 20+ വന്നു, 30+ വരുന്നു, 40+ വരുന്നു, 50+ വരുന്നു, 60+ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നു. സോ എഡ്യൂക്കേഷന് ട്രാൻസ്ഫോർമേഷൻ എവിടെയും വരുത്താം. അത് സബ്ജക്ട് യൂസ് ചെയ്തിട്ടല്ല, നമ്മൾ ആ സെൽഫിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെയായി? ഞാൻ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് പറയാം. എവിടെയായി നമ്മളിപ്പോ? താങ്ക് യു സോ മച്ച്, ബണ്ടിൽ ഓഫ് താങ്ക്സ് ആൻഡ് ലവ്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ എന്റെ ഒപ്പം ജോയിൻ ചെയ്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, റെക്കോർഡ് ബുക്ക് വാങ്ങണം. യെസ്, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബൈ. 5 വാങ്ങണം. അത് ഏതൊക്കെയാണ്, എങ്ങനത്തെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. നമ്മുടെ ക്ലാസ് അവിടെ വരെയായി. ഏതെങ്കിലും കൊച്ചു പോർഷൻ ലെസൺ തീർക്കാനുണ്ടോ എന്ന് അറിഞ്ഞിട്ട് റെക്കോർഡ് ബുക്കിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാ. ക്ലാസ് തുടങ്ങിയില്ലായിരുന്നല്ലോ മാം. ക്ലാസ് തുടങ്ങിയില്ലെന്നോ? ഞാൻ ഇതുവരെയും ക്ലാസ് ഒന്നും എടുത്തില്ലേ? ഇല്ല മാം, ഇതുവരെ ക്ലാസ് തുടങ്ങിയില്ല. ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ തന്നിട്ടുള്ളൂ. 2 × 0 2 × 1 എഴുത് എന്നാ 18 19 ഒക്കെ എഴുതും. അത് ശരി, അമ്മയെ പഠിപ്പിക്കാൻ സമ്മതിക്കാതെ അവിടെ കൊച്ചിരിപ്പുണ്ടോ? 18 19 ഒക്കെ വേഗം എഴുതും. അതെ മാം, കൊച്ചിനും പഠിപ്പിക്കുക, കൂടെ അമ്മയും പഠിക്കുക. സോറി മാം, അൺമ്യൂട്ട് ചെയ്തത് ഞാൻ നോക്കില്ല. സോറി എന്തിനാ പറയുന്നത്? പ്രോബ്ലം. കുട്ടി വിചാരിക്കണ്ടാവും ഈ സമയത്താണ് ഇവർക്ക് ക്ലാസ് വെക്കാൻ തോന്നിയത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഹായ് മോൾ, എന്താ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ? അംഗൻവാടി. ഓ മിട്ടിക്ക്, എന്തൊക്കെ പഠിച്ചു? ബുക്ക് കാണിക്കും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, വെരി ഗുഡ്. ബൈ പറ, ഞാൻ അമ്മ പഠിക്കട്ടെ. ബൈ.
അംഗൻവാടിയിൽ ഇപ്പൊ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലേ? ആ മാം ഒരുപാടുണ്ട്. എല്ലാം അതല്ലേ? ഹോംവർക്കാ. അത് ശരി. ടീച്ചറെന്ന് കാണുമ്പോ ഞാനപ്പോ 16 ബാച്ച് ഇതുവരെ ക്ലാസ്സിൽ പോയിട്ടേ ഇല്ല. ഒരു ക്ലാസ് കണ്ടേ വന്ന പോലെ എനിക്ക് ഓർമ്മ. ശരിക്കും ഞാൻ വന്നിട്ടില്ല. ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ തന്നുള്ളൂ. മാം ഒരു അതെ മാം. ചൊവ്വാഴ്ച വന്നിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ക്ലാസ് ടൈം 1:30 തന്നെയാണ്. പക്ഷേ ഇന്നലെ അല്ലല്ലോ, ഇന്നായിരുന്നു. യെസ്, ഇന്നലെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഓക്കെ ഫൈൻ. അപ്പൊ റെക്കോർഡിനെ കുറിച്ച് പറയാം. നമുക്കൊരു 20 മിനിറ്റ്സ് ഇപ്പം 8:13 8:30 എന്റെ വാച്ചില്. നമുക്കൊരു 8:40 ആകുമ്പോഴേക്കും എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത, നിങ്ങളുടെ ടൈമിൽ പറഞ്ഞാലും മതി. റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മിനിറ്റ്സിൽ ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം. കാരണം ആദ്യം എഴുതി തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡ്യൂൾ 1 നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി അതിനകത്ത് 4 പാർട്സ് ഉണ്ട്. 4 പാർട്ടിൽ ഇപ്പൊ ടീച്ചേഴ്സ് പാർട്ട് 1 ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ആ 4 പാർട്സിൽ പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്. ബാക്കി എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അതിലൊരു ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാർട്ട് 3 ആണ്. അവിടെയാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡും അതിന്റെ ആപ്ലിക്കേഷൻസും തിയറിയും അതിന്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും ഒക്കെ പഠിക്കുന്നത്. ഈ പാർട്ട് 3 ആകുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അസൈൻമെന്റ് റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആകണം എന്നാണ് ഇപ്പോ. എന്നിട്ട് പാർട്ട് 3യുടെ ഒപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ്, അതായത് മോഡ്യൂൾ 3 മുഴുവനും പ്രാക്ടിക്കൽസ് 5 പാർട്ട് ഉണ്ട്. 5 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയാം മോണ്ടിസോറി പ്രാക്ടിക്കൽസ് മോണ്ടിസോറി മെറ്റീരിയൽസിനെ 5 ഏരിയയിലായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 5 ഏരിയ ആണ് 5 പാർട്ടായിട്ട് കാണുന്നത്. അപ്പൊ ഈ മോഡ്യൂൾ 3ക്ക് തിയറി എക്സാം ഇല്ല കേട്ടോ, അതിന് പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അത് ഈ പാർട്ട് 3 എടുക്കുമ്പോൾ ഞാൻ തിയറി, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യണം അതൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡും പറഞ്ഞു തരും. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണിച്ചു തരും. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡെമോ ക്ലാസ്. മിക്കവാറും അതൊരു ഇപ്പൊ എന്താ ഓഗസ്റ്റ് അല്ലേ, സെപ്റ്റംബർ ഒക്ടോബർ, ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി 1 ആ ഒരു ടൈമിലാണ് ആകുന്നത്. അപ്പൊ നമുക്ക് അത്രയും ടൈം കിട്ടുന്നുണ്ട്. ആ ടൈമില് വർക്കുകളെല്ലാം കുറേശ്ശെ ദിവസം ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ മാറ്റി വെച്ചിട്ട് വർക്കുകൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീരും. ലാസ്റ്റ് മൊമെന്റ് ചെയ്യാനായിട്ട് ആരും വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യേണ്ടതല്ല, നമ്മൾക്ക് അത്രയും കഴിവുണ്ടായിട്ട് അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ വരും. ഓക്കെ, അതുകൊണ്ട് വീട്ടിൽ കുട്ടികളുണ്ടോ, വേറെ വീട്ടിലെ മറ്റ് മെമ്പേഴ്സ് ഉണ്ടോ, ഹസ്ബൻഡ് ഉണ്ടോ, എല്ലാരും കൂടെ ചേർന്നിരുന്ന് ചെയ്യും. അത് ആ ഒരു എന്താ പറയാ, നമ്മളുടെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് നമ്മൾ മാറി നമ്മളുടെ മാത്രമായിട്ട് ലോകത്തേക്ക് മാറും. അതുകൊണ്ട് പ്ലീസ്. ഓക്കെ, സോ ഞാൻ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല അല്ലേ? അപ്പൊ എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ ലെസൺ ആണ് എടുത്തേക്കണമെന്നൊന്ന് പറയും. ഓർമ്മയില്ല, ഞാൻ സിലബസിൽ ഓരോന്ന് വായിക്കും. പാട്ട് മേൽദോസ് മാം മറ്റേ ന്യൂട്രീഷൻ ആൻഡ് ആ ഒരു പാർട്ട് എടുത്തു. മോഡ്യൂൾ 1 യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. വേറെ എന്തോ ചിക്കുമോൾ എന്ന് പറയണ്ടേ? അശ്വതി മാം, മാം 2 എടുത്തിരിക്കണേ, നൗൺസ് ആൻഡ് പ്രോനൗൺസ്. മോഡ്യൂൾ 2 ആണ് അശ്വതി മിസ് എടുക്കുന്നത്. അത് മോഡ്യൂൾ 2 എടുക്കട്ടെ. മോഡ്യൂൾ 1 എടുക്കുന്ന ടീച്ചേഴ്സ് ഏതൊക്കെയാണ്? Module 1 Food, Nutrition and Balanced Diet. അത് മിൽറോസ് മാം എടുത്തു. ഓക്കെ, പിന്നെ അപർണ മിസ്? ചൈൽഡ് ഡിസീസസ്. കോമൺ ചൈൽഡ് ഡിസീസസ്. യൂണിറ്റ് 4 കോമൺ ചൈൽഡ് ഡിസീസസ്. ഓക്കെ ഫൈൻ. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഇനി ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ ഞാനല്ലാതെ? ഇല്ല, അപർണ മാം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ യൂണിറ്റ് 1ലേക്ക് പോവുകയാണ്. modern concept of health, physical fitness and
വെൽനസ്. ഞാൻ എടുത്തിട്ടില്ലല്ലോ? ഇല്ല മാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ഇത് നമ്മൾക്ക് അറിയാം, ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നമുക്കറിയില്ല ആരാണോ മൈക്ക് ഓൺ ആക്കി സംസാരിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ലാഗിങ്ങും ഉണ്ടാവും. ഒരാൾ സംസാരിക്കുമ്പോൾ ആർക്കാണോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യേണ്ടത്, മ്യൂട്ട് ചെയ്യേണ്ടത്, അവരൊന്ന് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആരാ എന്താ പറയുന്നത് മനസ്സിലാവില്ല. സോ നമ്മുടെ ലെസൺ പേര് മനസ്സിലായല്ലോ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ഫുഡ്. ഫുഡ്. ഓക്കെ, എങ്ങനെയുള്ള ഫുഡ്? ഹെൽത്ത് ഫുഡ്. ന്യൂട്രീഷ്യസ് ഫുഡ്. ഓക്കെ, നല്ല പോഷക സമൃദ്ധമായ healthy food. ഹെൽത്തി ഫുഡ്. ഓക്കെ, ഫിസിക്കലി ആൻഡ് മെന്റലി. ആ, എക്സസൈസ് ആരോ പറഞ്ഞു? അതെ, ഞാൻ പറഞ്ഞു. എക്സസൈസ് ഹെൽത്ത് എന്ന് കേട്ടത് പെട്ടെന്ന് മനസ്സിലാക്കാറുണ്ട്. എക്സസൈസ്. ഓക്കെ, പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യമായിട്ടുള്ള ഒരു ബോഡി. യെസ്, അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോട് കൂടിയിരിക്കുന്ന ഒരു ശരീരം, ബോഡി. മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരത്തിനുള്ള ആരോഗ്യം മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം. സാന്ദ്ര പറയുന്നു പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഫിസിക്കലി ആൻഡ് മെന്റൽ ഹെൽത്ത് മഞ്ജു പറഞ്ഞു. ഓക്കെ, ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ന്യൂട്രീഷ്യസ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്. എന്താ ബാലൻസ്ഡ് ഡയറ്റ്? വൈറ്റമിനും കാൽസ്യം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മിനറൽസും എല്ലാതും അടങ്ങുന്ന ഒരു ഡയറ്റ് ചാർട്ട്, ബാലൻസ്ഡ് ഡയറ്റ്. വൈറ്റമിൻ, പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വരുന്നത് അല്ലെ, എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന പലതും ഉണ്ട്, പക്ഷെ ചില സമയത്ത് അത് കുറവായിരിക്കും, ഇൻസഫിഷ്യന്റ് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മള് സപ്ലിമെന്റ്സ്, എക്സ്ട്രാ ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും. അയൺ കിട്ടാൻ അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. കാൽസ്യം അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും. നമ്മുടെ എല്ലും പല്ലും ഒക്കെ സ്ട്രോങ് ആവാൻ കാൽസ്യം വേണം അല്ലെ. കുട്ടികൾക്ക് അവർ ആ പ്രായത്തിലൊക്കെ നമ്മൾ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൂടുതലായിട്ട് കൊടുക്കും. പ്രോട്ടീൻ കൂടുതലുള്ളത്. ക്രോണിക് കണ്ടീഷൻസ്, ഡയബറ്റിക് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഫുഡില് ഡയറ്റിലൊരു റെസ്ട്രിക്ഷൻ വരും. എന്നാലും അവര് കാർബിനേക്കാളും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെക്കാളും അവരപ്പോ പ്രോട്ടീൻ റിച്ച് ഫുഡായിരിക്കും കൂടുതൽ എടുക്കുന്നത്. പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന രീതികൾക്ക് എപ്പോഴും മാറ്റം ഉണ്ടാകും. മധുരം പാടി അവോയ്ഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. തൈറോയിഡ് വരുമ്പോഴും, തൈറോയിഡ് അതും ഒരു ക്രോണിക് കണ്ടീഷനാണ്. അത് വരുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഭക്ഷണത്തിന് നിയന്ത്രണം, കൺട്രോൾ ചെയ്യാറുണ്ട്. കൊളസ്ട്രോൾ വരുമ്പോഴും ഇതുപോലെ തന്നെ ഫുഡിൽ നമ്മളൊരു കൺട്രോൾ ചെയ്യാറുണ്ട് അല്ലെ. എക്സസൈസ്, നടക്കും, പിന്നെ കുറച്ച് വറുത്തതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറച്ച് ഒഴിവാക്കും. അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കും. പിന്നെ അങ്ങനെ പല 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 ഇഷ്യൂസ് വരുമ്പോൾ, കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ഉണ്ടാവും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് എഴുതിയിട്ടില്ല എന്നല്ലേ പറഞ്ഞ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയൂ, അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം. എക്സസൈസ്, യോഗ, വാക്കിംഗ്. എക്സസൈസ്, യോഗ, വാക്കിംഗ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല ഫിസിക്കൽ ഫിറ്റ്നസ് മെത്തേഡ് ഉണ്ടോ? സൂംബ, ഡാൻസ്. യെസ്, ഞാനത് മനസ്സിലായി. സൂംബ ഡാൻസ്, എയറോബിക്സ്. ആർക്കെങ്കിലും അറിയാമോ സൂംബ എയറോബിക്സ് ഒക്കെ? എയറോബിക്സ് അറിയായിരുന്നു, പഠിച്ചിട്ടുണ്ട്. എയറോബിക്സ് അറിയാമോ? സൂംബ അറിയാം. പ്രൂഫ്. അപ്പൊ ഞങ്ങൾക്ക് അതിന് തെളിവ് വേണം, വേറെ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു 5 minutes ഞങ്ങൾ സൂംബ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എയറോബിക്സ് പഠിപ്പിക്കുക. ഓക്കെ, നമുക്കൊരു ദിവസം ഒരു വാം അപ്പ് സെഷൻ ഒക്കെ വെക്കാം.
സാന്ദ്ര അതെ മാം. എന്താ ഞാൻ ആദ്യത്തേക്ക് അതുകൊണ്ടാണേ. യെസ് പ്ലീസ് ഷെയർ. പുതിയൊരു കാര്യല്ലേ, എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അറിയാത്ത ഒരാളാണോ? നിങ്ങൾക്ക് അറിയാമോ? സാന്ദ്ര മെസ്സേജ് യൂസ് ചെയ്തിട്ട് ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മുടെ സ്ട്രെങ്തിനെ കൂടുതൽ ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ ജിമ്മിൽ പോകുന്നതിന് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് പകരം ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഡയറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? അത് ഓരോരുത്തരുടെ ബോഡി വെയിറ്റിനനുസരിച്ചായിരിക്കും അത് ഉണ്ടാവുക. ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ഐ എം ട്രൈങ് ടു ഡു ഇറ്റ്. പുതിയ അറിവ് കേട്ടോ. അത് ഏത് പ്രായക്കാർക്കും ചെയ്യാമോ? ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ ഫൈൻ. ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രോങ് ആവുന്നോ, അങ്ങനെയല്ലേ പറഞ്ഞേ? നമുക്ക് ചിലവർക്ക് ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പുഷപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 യൂണിറ്റ്സ്, അതായത് ഫസ്റ്റ് 2 ടേംസ് പറഞ്ഞു. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭക്ഷണം, ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച്, ഏജിനനുസരിച്ചുള്ള എക്സസൈസുകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂംബ ഡാൻസ്, എറോബിക്സ് പോലുള്ള എക്സസൈസസ്, യോഗ, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം തരുന്ന യോഗ പറഞ്ഞു. നടക്കാൻ പോകുന്നത് പറഞ്ഞു. അല്ലെ, കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്ലാങ്കും അതുപോലെ ഹിഞ്ചസും ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമായിരിക്കും. ഒരു 60+ ഒക്കെ വരുമ്പോഴേക്കും ചിലർക്ക് കേട്ടോ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പോ കൂടുതൽ നടക്കാൻ പോകും. ആ സമയം റിട്ടയർമെന്റ് കഴിഞ്ഞ ഒരു കാലമാണല്ലേ. അപ്പൊ സമപ്രായക്കാർ ഇതുപോലെ തന്നെ ഉണ്ടാവും. എല്ലാരും കൂടെ നടക്കാൻ പോകുന്നതും പാർക്കിൽ അതിന് വേണ്ടിയിട്ട് പാർക്കിൽ പോകും. പാർക്കിൽ നടക്കാനുള്ള സ്പേസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ വെൽനസ്. വാട്ട് ഈസ് മെന്റ് ബൈ വെൽനസ്? എന്താ ഈ വെൽനസ് എന്ന് ഉദ്ദേശിച്ചു? യെസ്, മൈൻഡ് കണ്ടീഷൻ ആണോ മാം? മൈൻഡ് കണ്ടീഷൻ. You can share what you are using. Positive thinking. Music. ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിരിക്കുന്നത്. ശരിക്കും നമ്മൾക്ക് പറയുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ 3 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ്, 3 പാർട്സ് എന്ന് പറയാം. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇത് 3 നമ്മൾക്ക് വേണം ശരിക്കും പറഞ്ഞു അല്ലെ. ഇത് 3 ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉള്ളത് പോലെ നമ്മളൊരു ഹെൽത്ത് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ 3 സൈഡ് പോലെ ഇത് 3 ഇരിക്കണം. ഒരു സൈഡ് ഇല്ലാതെ ട്രയാങ്കിൾ പറ്റില്ലല്ലോ. ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ 3 സൈഡ് വേണം. അപ്പൊ നമ്മളുടെ ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ വരിക. എനിക്ക് നല്ല വീടുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിലുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, എനിക്ക് ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നു. പക്ഷേ എനിക്ക് ഒരു സമാധാനവും ഇല്ലെങ്കിൽ ഞാൻ വെല്ലാണോ? എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ബട്ട് എന്റെ ബോസ് എന്നെ ഹറാസ് ചെയ്യുവാണ്, പ്രഷറൈസ് ചെയ്യാണ്, എന്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഭയങ്കര മോശം. ഞാൻ വെല്ലാണോ? നമുക്ക് ശരിക്കും സുഖം, സന്തോഷം, സമാധാനം ഇതെല്ലാം കൂടെ വരണം. വെൽ ബീയിങ്, ദാറ്റ് ഈസ് വെൽനസ്. ഇപ്പോ വെൽനസിന്റെ ഒരു ഡയമെൻഷൻ അവിടെ ചാറ്റ് ബോക്സിൽ കണ്ടു. ഇമോഷണൽ വെൽനസ്. വെൽനസിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഇമോഷണൽ വെൽനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ, കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമോഷണൽ വെൽനസ്. നമ്മുടെ ടെക്സ്റ്റിൽ അത് കാര്യമായിട്ടില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഇമോഷണൽ വെൽനസ് അവിടെ മെസ്സേജ് വന്നു. അപ്പൊ നമ്മളുടെ ഇമോഷൻസിന് നമുക്കറിയാം, നമ്മുടെ ലൈഫില് എല്ലാ ദിവസവും എല്ലാ മൊമെന്റും ഹാപ്പിനെസ് അല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാറുണ്ടല്ലേ. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ എന്ത് പറ്റി മഞ്ജു?
ഡിഡ് ഐ ഹേർട്ടിങ്? ഞാൻ വേദനിപ്പിച്ചോ? കരഞ്ഞോണ്ടൊരു സ്മൈലി കണ്ടതാ ചോദിച്ചേ. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ? അപ്പോ അതാണ് നമ്മളുടെ ഇമോഷണൽ വെൽനസ്. നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, ഫീലിങ്സ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് ഇമോഷണൽ വെൽനസ്. കൊച്ചുകുട്ടികളുടെ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഇത് കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇവരുടെ ഇമോഷൻസും ഫീലിങ്സും. ടെക്സ്റ്റിന്റെ പേജ് ഷെയർ ചെയ്യും. ടെക്സ്റ്റിന്റെ ഫസ്റ്റ് പേജാണിത്. അതിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ അഡീഷണലി നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ഡിസ്കഷനില്ല, നമ്മളുടെ ടെക്സ്റ്റിലേക്ക് പോകുന്നേ ഉള്ളൂ കേട്ടോ. അത് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക, എന്റെ ഫാൻ കറങ്ങുന്നുണ്ട്, സോ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ ഫാൻ അങ്ങ് നിന്നുപോയി, ചൂട് കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും? നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന നമ്മളുടെ ഫാമിലിയിൽ ഒരു മാരേജ് വരുന്നു, നല്ല സാരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നല്ലപോലെ ഒരുങ്ങി ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഭയങ്കര മഴ. നമുക്ക് എന്ത് ഫീൽ ചെയ്യും? സങ്കടം തോന്നും അല്ലേ? അപ്പോ ക്ലൈമറ്റും നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ടല്ലേ? വെൽനസ് ഇപ്പൊ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വെൽനസിന്റെ ഒരു ഭാഗമാണ് ക്ലൈമറ്റ് വെൽനസ്. ക്ലൈമറ്റും നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ മൂഡ് സ്വിങ്സ് വരും. ക്ലൈമറ്റ് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുഴപ്പമില്ല, നമ്മൾ മിക്ക ദിവസവും സൂര്യനെ കാണുന്നുണ്ട്, നമുക്ക് വെളിച്ചമുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളില് ഈ സൂര്യൻ വളരെ കുറവായിരിക്കും. അവിടെ എപ്പോഴും ഇരുണ്ടിങ്ങനെ എന്താ പറയാ, ഓവർകാസ്റ്റ് കണ്ടീഷൻ പോലെ ഒരു ഇരുട്ട് മൂടി കിടക്കും. പകലാണെങ്കിലും വെളിച്ചം വരുന്നത് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ. അവിടുത്തെ ആളുകൾക്കാണ് കൂടുതൽ ഡിപ്രഷൻ കണ്ടുവരുന്നത്. മനസ്സിലായോ? അങ്ങനെ സൂയിസൈഡ് വരെയും ചെയ്യുന്നത്. അവർ ഭയങ്കര റിച്ച് പീപ്പിൾ ഒക്കെ ആയിരിക്കും, പക്ഷെ എപ്പോഴും ഇരുട്ട് കണ്ട് നിങ്ങളൊന്ന് ആലോചിക്കേ, കുറെ ദിവസം ഇരുട്ട് മൂടി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു 1-2 ദിവസമൊക്കെ രസമായി, മൂടി പോയി ഉറങ്ങാം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഒട്ടും പറ്റാതെ വരും. അത് ക്ലൈമറ്റും നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ക്യാഷ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി പോകൂലേ? നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു ഫാമിലി വന്നു, ഭയങ്കര സന്തോഷമായി, ആ ഒരു കുട്ടായാലും തൊട്ടടുത്തൊരു ഫാമിലി വന്നു. പക്ഷെ അവര് ജനലും തുറക്കില്ല, വാതിലും തുറക്കില്ല, അഥവാ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ചുറ്റുമുള്ളവരെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല, മുഖം തിരിച്ചു പോകും. നമുക്കൊരു സുഖം തോന്നുക ഇല്ല. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു വെൽനസ് തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ? ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സൊസൈറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെൽനസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഞാനിതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 1 ആണ്. ബാക്കി 3rd യൂണിറ്റ് 4th യൂണിറ്റ് 2 ആണ് മിൽറോസ് മിസ്സും അപർണ മിസ്സും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ കാണാം ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ്, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്നുള്ളത്. ഓക്കെ, ഒരു ചെറിയൊരു പാരഗ്രാഫ് ഒക്കെ കാണാം. താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ കണ്ടന്റിനേക്കാളും ഒരുവിധം കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നല്ലപോലെ റീഡ് ചെയ്യാൻ, നല്ലപോലെ എന്നല്ല, ഓഡിയോ ഓൺ ചെയ്താൽ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്യാമോ? ആ ഫസ്റ്റ് പാരഗ്രാഫും ഹെൽത്ത് എന്ന് എഴുതിയേക്കണം ബുള്ളറ്റ് പോയിന്റ്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. It is the duty of all individuals to care for and maintain a happy and worthy human life.
This can be made possible only by paying consideration to wellness that includes health and physical fitness. ഹെൽത്ത് എന്ന് എഴുതിക്കണ ബുള്ളറ്റ് പോയിന്റും കൂടെ വായിച്ചു. Health. Health is a state of being identical with freedom from disease and illness that includes a positive fundamental associated with quality of life and positive well-being also. ഓക്കെ, സോ നമ്മള് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാതെ എന്താ പറയുക ഇരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അത് പോസിറ്റീവ് ആയിരിക്കണം, വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ സുഖം, സന്തോഷം, ക്ഷേമം. അസുഖങ്ങൾ ഇല്ലാത്തവർക്ക് പലപ്പോഴും മനസ്സിന് സുഖം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അല്ലെ. അവർ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അവർ വല്ലാതെ ആ ഒരു ടെൻഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? കുറെ കാലങ്ങള് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണോ? ജീവിക്കുന്ന കാലം ക്വാളിറ്റിയോടുകൂടി ജീവിക്കുകയാണോ? ഏതാ വേണ്ടേ? ജീവിക്കുന്ന കാലം ക്വാളിറ്റിയോടുകൂടി ജീവിക്കണം. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫാണ് വേണ്ടത്, അല്ലാണ്ട് 100-150 വയസ്സ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല നമുക്ക് വേണ്ടത്. പക്ഷെ അങ്ങനെ കുറെ കാലം ജീവിച്ചവരും സന്തോഷത്തോടെ ജീവിച്ചവരും കേട്ടോ. എന്റെ അച്ഛന്റെ അമ്മ 110 വയസ്സിലാണ് മരിച്ചത്. ആ മരിക്കുന്ന അന്ന് രാവിലെ വരെ അവര് തന്നെത്താൻ നടക്കും, ഒരു പ്രോബ്ലം ഒന്നുമില്ല, നടക്കും തന്നെത്താൻ. പിടിക്കണം എന്ന് മാത്രം, കാരണം ചിലപ്പോ ഒന്ന് വേയിച്ചു പോകാം, അതുകൊണ്ട് പിടിക്കണം. തന്നെ ബാത്റൂമിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ഇരുന്ന് പച്ചക്കറി അരിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ തുണി മടക്കുക, അങ്ങനത്തെ കുഞ്ഞു ജോലികളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഭാഗ്യവതിയായ ഒരു അമ്മയാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം വെച്ചാല് അമ്മ എത്ര 5 തലമുറയാണ് കണ്ടത്. ആദ്യം അമ്മയ്ക്ക് ഉണ്ടായ വിഷമം, എനിക്കൊരു 9-10 വയസ്സുള്ള സമയത്ത് അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നെ അമ്മ ജീവിച്ചിരിക്കുമ്പോ 2 മക്കളും മരിച്ചു. അതാണ് അവർക്ക് ലൈഫിലുണ്ടായ തീരാ നഷ്ടം എന്ന് പറയാലോ. അത് ജീവിച്ചിരിക്കെ തന്നെ സംഭവിച്ചതാണല്ലോ. പക്ഷെ ബാക്കി കാര്യങ്ങൾ അവർ ഭയങ്കര ഭാഗ്യവതിയായിരുന്നു. മക്കള് തമ്മിൽ വഴക്കുകളില്ല, ഭയങ്കര സ്നേഹം. എപ്പോ ആഗ്രഹിച്ചാലും മക്കൾ അടുത്ത് വരും. അങ്ങനെ കൊച്ചുമക്കളും അവരുടെ മക്കളെയൊക്കെ അവര് കണ്ടു. പറ്റാവുന്ന എല്ലാ കൊച്ചുമക്കളുടെയൊക്കെ കല്യാണങ്ങൾക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ എല്ലാ ഉത്സവങ്ങളും അങ്ങനെ പള്ളിയിലെ പെരുന്നാളിനും ഒക്കെ പോവുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയായിരുന്നു. അപ്പൊ അവർ ശരിക്കും ജീവിതം ആഘോഷിച്ച ഒരു അമ്മ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറെ കാലം ജീവിച്ചിട്ട് അങ്ങനെയും ക്വാളിറ്റി ലൈഫ് ഉള്ളവരുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിന് തന്നെയാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ബെഡിൽ കിടപ്പ്, അങ്ങനെയുള്ളൊരു കുറെ വർഷം അങ്ങനെ ജീവിക്കുന്നതിലും ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനേക്കാളും നമുക്ക് ജീവിക്കുന്ന അത്രയും കാലം നല്ല ക്വാളിറ്റി ആയിട്ട് ജീവിക്കുക. അതാണ് ശരിക്കും ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. വെൽബീയിങ് മീൻസ് ബീയിങ് ഹാപ്പി. നമ്മളുടെ ശാരീരികം, മാനസികം, സാമൂഹികമായ ഹെൽത്ത്. അതാണ് WHO പറയുന്നത്. WHO കൊടുത്ത ഹെൽത്തിനുള്ള ഒരു ഡെഫിനേഷനാണത്. അവരൊരു ഹെൽത്ത് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ 3 കാര്യങ്ങളാണ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഇതിന്റെ ബാലൻസ് ആണ് ഹെൽത്ത് എന്നുള്ളത്. ബാലൻസ് ഓഫ് മെന്റൽ, ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, നമ്മൾ അഡീഷണലി പറഞ്ഞ കേട്ടോ. ബാലൻസ് ഓഫ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഒരു ഹെൽത്ത് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ ഹെൽത്ത് ട്രയാങ്കിളിന്റെ 3 സൈഡ്സ്, 3 കോർണേഴ്സ് അതിൽ വരും ഈ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. നമുക്ക് വേണമെങ്കിൽ വരച്ചേക്കാം. ഓക്കെ, സോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കൊരു സന്തോഷം, സമാധാനം, അത് വരുന്ന ഒരവസ്ഥ. നമ്മളുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്, അതാണ് അതിന്റെ ബാലൻസ് ആണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് കറക്റ്റ് ചെയ്യുക. അവിടെ തുടങ്ങിയിരിക്കുന്നത് ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞിട്ടാണ്. വെൽനസ് മാറ്റിയിട്ട് ഫിറ്റ്നസ് ആക്കുക.
ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ് കേട്ടോ, ഫിസിക്കൽ വെൽനെസ് എന്നാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് അത് വേണ്ടത്. അപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഏജിനനുസരിച്ചും ഹെൽത്തിനനുസരിച്ചുമുള്ള എക്സസൈസുകള്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് അത് ആരെങ്കിലും ഒന്ന് വായിക്കാം. Physical fitness is the ability to bring out daily tasks with vigor, alertness, without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. സോ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒന്ന് മോട്ടോർ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താ മോട്ടോർ റിലേറ്റഡ്? മോട്ടോർ റിലേറ്റഡ് എന്നത് യെസ്, ശാരീരികമായ പ്രവർത്തനങ്ങൾ. അതെ, നമ്മുടെ മൂവ്മെന്റ്സ്, അതാണ് മോട്ടർ എന്ന് പറയുന്നത്. മോട്ടർ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ്സ് ആണ്. നിങ്ങളൊരു ഡാൻസറെ നോക്കിക്കേ, ചില ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിക്കും അല്ലെ. ചില ഈ അത്ലറ്റിക്സ് ഒക്കെ നടക്കില്ലേ ഒളിമ്പിക്സില്, നമ്മൾ വിചാരിക്കുക റബ്ബർ ആണെന്ന്, അതുപോലെയാണല്ലേ അവരുടെ ബോഡി കിടന്നിങ്ങനെ ഇതാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിലിമിലൊക്കെ ചില ഡാൻസേഴ്സ് ഉണ്ട്, അവരുടെ ബോഡി മൂവ്മെന്റ്സ് ഭയങ്കര ഗ്രേസ് ആണ്, ഭയങ്കര ഭംഗിയാണ്. ഇപ്പോ ശോഭനയുടെ ഡാൻസ്, ആശ ശരത്, മഞ്ജു വാര്യർ, അവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയുടെ മൂവ്മെന്റ്, അത് അവരുടെ കണ്ണും കൈയും കാലും ഫുൾ ബോഡിയുടെ കോർഡിനേഷൻ നല്ല ഒരു രീതിയിൽ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡും നമുക്ക് പറയാം, മോട്ടോർ റിലേറ്റഡും പറയാം. പിന്നീട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കിൽ റിലേറ്റഡ്. ഇപ്പം ഡാൻസിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അവരുടെ സ്കിൽ എന്ന് പറഞ്ഞ ഡാൻസിങ് ആണ്. അതേസമയം യോഗ ചെയ്യുന്നതും അതൊരു സ്കിൽ തന്നെയാണല്ലേ. ചില യോഗയുടെ ചില പോസസ് ഒന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ യോഗ മാസ്റ്റർ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ നല്ല പോലെ അവരുടെ ബോഡി വഴങ്ങുന്ന കാണാം യോഗ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ സ്കില്ല്. പിന്നെ ചില ആളുകൾ കുക്ക് ചെയ്യുന്നത്, ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും സ്കില്ല്. ഭയങ്കര സ്പീഡിൽ നിമിഷ നേരം കൊണ്ട് അവർക്ക് എത്ര പേർക്ക് സദ്യ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവര് ചെയ്യണതാണ്, അതാണ് അവരുടെ സ്കില്ല്. അപ്പൊ നമ്മളുടെ ആ വേഗം, നമ്മുടെ ആ ഒരു മോട്ടോർ റിലേറ്റഡ്, PT ഉഷ അവരുടെ സ്കില്ല് ആ ഓട്ടത്തിലായിരുന്നു അല്ലെ. അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നവര്, ഫുട്ബോൾ കളിക്കുന്നവര്, ഹോക്കി കളിക്കുന്നവര്, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഖോഖോ അതുപോലത്തെ കളികൾ, അങ്ങനെ എന്തിലാണോ സ്കില്ല് അത് റിലേറ്റഡ്. ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറിയാണ്: ഹെൽത്ത് റിലേറ്റഡ്, സ്കിൽ റിലേറ്റഡ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്, മോട്ടോർ റിലേറ്റഡ്. മോട്ടോർ റിലേറ്റഡിൽ തന്നെയാണ് സ്കില്ല് വരുന്നത്. അതുകൂടാതെ കോസ്മെറ്റിക് ആണ്, ശരിക്കും കോസ്മെറ്റിക് റിലേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞത്. ഇനി വരുന്നുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് ചെയ്യേണ്ട ജോലികള് നമുക്ക് ഒരു ക്ഷീണമില്ലാതെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ളവരില്ലേ നമ്മൾ പറയുന്ന അയാള് നല്ല ഫിസിക്കലി ഫിറ്റ് ആണ്, ഭയങ്കര സ്റ്റാമിനയാണ് എന്നൊക്കെ നമ്മൾ പറയൂലേ. ആ ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നു ഒരു ക്ഷീണവും ഇല്ലാതെ. നമുക്ക് കാണാം ലേബേഴ്സ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി എടുക്കുന്നവര്, ഒരു ആ വെയിലത്ത് നിന്ന് ഭയങ്കരമായിട്ട് അവര് പറയുമ്പോൾ ആ വെയിൽ കൊണ്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിൽ കൊള്ളുമ്പോഴേക്കും നമ്മളങ്ങ് ക്ഷീണിച്ച് വല്ലാണ്ടാവും. പക്ഷെ അവർ ആ വെയിലത്ത് നിന്ന് കണ്ടിന്യൂസ് പണിയെടുക്കുന്നു, അവർക്ക് അങ്ങനെ ക്ഷീണം വരുന്നില്ല. അപ്പൊ അത് അവരുടെ ഒരു സ്റ്റാമിനയാണ്. പൊതുവെ ഈ നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ ഇവിടെ വന്ന് പണിയെടുക്കുന്ന കുറച്ച് നോർത്ത് ആസാമീസ്, ബംഗാളീസ് അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവര് അവർക്ക് പ്രശ്നമില്ല. യെസ് മാം, 8:40 ആവുമ്പോഴത്തേക്ക് മാമിന് റിമൈൻഡർ തരാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ വെൽനസും കൂടെ ഒന്ന് വായിക്കാം. അപ്പൊ നമുക്കൊരു പോർഷൻ അങ്ങ് ഇൻട്രൊഡക്ഷൻ അങ്ങ് തീർത്തിട്ട് നമുക്ക് പോവാം. ഹലോ മാം, ഞാൻ വായിക്കൂ. Wellness is a condition that characterizes a state of positive health in the individual, complete biological and physiological well-being as decorated by quality of life and
a sense of well-being. ഓക്കെ, സോ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെൽബീയിങ്, അതാണ് വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റേറ്റ് ഓഫ് പോസിറ്റീവ് ഹെൽത്ത് അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ വെൽബീയിങ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്, ഇതെല്ലാം നമ്മളുടെ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ ഹെൽത്തി ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ആണ് നമ്മൾ ശീലിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല വെല്ലായിരിക്കും. നമ്മുടെ ഹാബിറ്റ്സ് മോശമാണെങ്കിൽ നമ്മുടെ വെൽനെസ് താഴേക്ക് പോകും. ഇതെല്ലാം ഇപ്പൊ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത്, ഇതിന്റെ എല്ലാം ഒരു ഔട്ട്കം അതാണ് വരുന്നത് വെൽനെസ് എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ ഭക്ഷണവും കിട്ടുന്നുണ്ട്, ഞാൻ എല്ലാം ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യം കിട്ടുന്നതിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്, നല്ലൊരു വീടുണ്ട്, പക്ഷെ വീട്ടിൽ എപ്പോഴും വഴക്കായാൽ ദാറ്റ് മീൻസ് എന്റെ വെൽനെസ് പോയി. അപ്പൊ നമുക്ക് ശാരീരികവും മാനസികവുമായ എല്ലാ സുഖം, വെൽബീയിങ് ആണ് നമ്മുടെ ലൈഫിലെങ്കിൽ നമ്മൾ വെൽനെസ് ആണെന്ന് പറയും. സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അതിന് ഭയങ്കര റിച്ച് ആവണമെന്നൊന്നുമില്ല. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുവാണെങ്കിൽ അത് സക്സസ്ഫുൾ ലൈഫ് തന്നെ, ഫ്ലറിഷ്ഡ് ലൈഫ് തന്നെ, നല്ല ബ്ലൂമിങ് ലൈഫ് തന്നെ അല്ലെ. നമ്മൾ ലൈവ്ലി ആയിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ലൈവ്ലി ആയിട്ട് നമ്മൾ ജീവിക്കുന്നു, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, നമുക്ക് വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, നമുക്ക് എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ആ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയാം നിങ്ങൾക്ക്. മിസ്, മോട്ടോർ ഫിറ്റ്നസ് മൂവ്മെന്റ്, ഓക്കെ, അതായത് ഇപ്പോ എനിക്ക് 1 hour നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം, ഞാൻ കാര്യം ഇരുന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്, പക്ഷെ എനിക്ക് എന്റെ സ്പീച്ച് കറക്റ്റ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് എന്റെ ആ ഒരു മൂവ്മെന്റ്, എന്റെ മസിൽസിന് എന്തോ പറ്റി. പിന്നെ ഓട്ട മത്സരത്തിന് കുട്ടികളെ നിർത്തിയിരിക്കുക, അപ്പോ ഓടാൻ പറ്റുന്നില്ല ചില കുട്ടികൾക്ക്, ദാറ്റ് മീൻസ് അവരുടെ മോട്ടോർ ആക്ഷൻസ് വളരെ ലോ ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. കുഞ്ഞുങ്ങളില് 2 ടൈപ്പ് സ്കില്ലാണ്, മോട്ടോർ സ്കില്ലാണ് ഉള്ളത്. അതായത് ചലനങ്ങൾ, മസിൽസ് ആണല്ലേ, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മസിൽസ് ആണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. അപ്പോ ലാർജ് മസിൽസും ഉണ്ട്, സ്മോൾ മസിൽസും ഉണ്ട്. കുട്ടികളിൽ ഏത് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്? ലാർജ് മസിൽസ്. അത് അവർ കമഴുന്നു, എഴയുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഇത് ലാർജ് മസിൽസ് ആണ് അവർ ആദ്യം ഡെവലപ്പ് ആകുന്നത്. സ്മോൾ മസിൽസ് അതിനുശേഷമാണ് ആവുന്നത്. ഫസ്റ്റ് അവിടെ ലാർജ് മസിൽസ്, അതായത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. അതാണ് നമ്മൾക്കറിയാം, കുട്ടികൾക്ക് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കിളിക്കാൻ പറ്റിയില്ലേ, റാറ്റിൽസ് കിളിക്കാൻ പറ്റിയാണ് കളിക്കാൻ കൊടുക്കുന്നത് അല്ലെ. അതിന് പല പല ഉദ്ദേശമുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾവിക്ക് പ്രശ്നമുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ ഇത് കുട്ടി കുറച്ച് കഴിയുമ്പോൾ, കമഴ്ന്ന് കഴിയുമ്പോൾ, ഇതിന്റെ മുന്നിൽ കിടക്കുന്ന ഈ കിളിക്കാൻ പറ്റി കുട്ടി കയ്യിലെടുക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ തന്നെ താഴെ വീഴും, വീണ്ടും എടുക്കും, വീണ്ടും വീഴും, വീണ്ടും എടുക്കും, വീണ്ടും വീഴും. കുട്ടിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്. പക്ഷെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്പസമയം വെക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ പെൻസിൽ പിടിച്ച് കുട്ടി എഴുതണമെങ്കിൽ എത്ര വയസ്സാവണം? നിങ്ങൾ പറയുന്ന 2 to 3 years. 2.5 വയസ്സ് തുടങ്ങി ഒരു ആ സമയത്താണ് അവർക്ക് പെൻസിൽ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ സമയത്ത് പേന കൊടുക്കില്ല, കാരണം പെൻസിലിന്റെ ആ ഒരു ഷേപ്പ് അതാണ്. പെൻസിൽ, ക്രയോൺസ്, പിന്നെ നമ്മൾ പണ്ട് ഞാനൊക്കെ ചെറുതായപ്പോ കല്ല് പെൻസിൽ ഉണ്ടായിരുന്നു, അതാണ് കയ്യിൽ പിടിക്കുന്നത്. പക്ഷെ കുട്ടികൾ പറയും വേദന എടുക്കുന്നു എന്ന് പറയൂലേ, അവർക്ക് കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്ത് വെച്ച് എഴുതാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ അവരെ എന്താ ആളുകൾ ചെയ്യുന്നത്, കുട്ടിയുടെ കയ്യിൽ പെൻസിൽ പിടിച്ചിട്ട് ആ കൈ പിടിച്ച് ഇങ്ങനെ ഒരു എഴുതിക്കലുണ്ട്. എന്റെ അമ്മോ, ജീവൻ പോകും. കുഞ്ഞിന് എന്ത് വേദന എടുക്കും അല്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് നാച്ചുറൽ ആയിട്ട് വരണം. അവരുടെ ഈ മസിൽസ് ഡെവലപ്പ് ആകണം. അതിന് വേണ്ടുന്ന കളികളാണ് അവർ കുഞ്ഞു പ്രായത്തിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ചെറുപ്രായത്തിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവരുടെ മസിൽസ് ഇങ്ങനെ ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങും. ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കുട്ടി പെൻസിൽ പിടിച്ച് എഴുതേണ്ട ടൈം ആകുമ്പോൾ അതിന്റെ കൈ വേദനിക്കില്ല. ഇത് ഞാനൊരു റെക്കോർഡ് പറയാൻ സമയം കിട്ടില്ല. ഞാനൊരു മൂവി കണ്ടായിരുന്നു, പേര് ഞാൻ മറന്നു, ഇംഗ്ലീഷ് മൂവിയാണ്. ആ മൂവിയില് ഒരു അമ്മയ്ക്ക്
മൂന്നര 4 വയസ്സ് അതിന്റെ കുഞ്ഞായപ്പോ ആ കുഞ്ഞിന് എന്തോ അസുഖം വന്ന് കുഞ്ഞ് മരിച്ചു പോവാണ്. ഭയങ്കര വിഷമായി. ഹസ്ബൻഡ് വരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, രണ്ടുപേർക്കും വിഷമാണ്. എന്നാലും അവർക്ക് ഒട്ടും പറ്റുന്നില്ല. അവരങ്ങനെ ലൈഫ് എൻഡ് ചെയ്യാന്ന് തീരുമാനിച്ച് വലിയ മലയുടെ മുകളില് ഡ്രൈവ് ചെയ്ത് പോയി, കാർ താഴെ ഇട്ടിട്ട് മലയുടെ മുകളിൽ പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഈ കുട്ടിയുടെ കാര്യങ്ങൾ. ഒരു മനുഷ്യനടുത്ത് വന്നു. കണ്ടാൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, ഒരു ജെന്റിൽമാൻ. അപ്പൊ അയാള് വന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കണ്ടതാണോ? വളരെ നേരം അയാൾ സംസാരിക്കും ഈ ലേഡിയോട്. അപ്പൊ ഈ ലേഡി ഓപ്പൺ അപ്പ് ആവുകയാണ്. ഓപ്പൺ അപ്പ് ആയി കഴിയുമ്പോഴേക്ക് ഇയാൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ പറഞ്ഞ് ഇവരെ സൂത്തം ചെയ്യും, ഇവരെ അങ്ങോട്ട് റിലാക്സ് ചെയ്യിക്കും. ഇവർക്ക് മരിക്കണ്ട എന്നൊരു തോന്നലായി തിരിച്ച് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ച് ഇവര് താഴെ വന്ന് കാർ എടുക്കാൻ നോക്കുമ്പോ ഇവരുടെ കാറിനോട്, ഇവരുടെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിനോട് അടുത്ത് തന്നെയായിട്ട് വേറൊരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അയാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്നെ കാണാൻ പറ്റുന്നില്ല അല്ലെ? ഇല്ല മിസ്. ആ ശരി, ശരി. ഓക്കെ, എന്തോ ഒരു ഓഡിയോ ഓൺ ആയപ്പോ ഞാൻ അതൊന്ന് നോക്കിയതായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ലേഡി താഴെ വരുമ്പോ ഇവർക്ക് കാറിൽ അവർ കയറി, പക്ഷെ ഇവർക്ക് കാർ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ സ്ഥലം കുറവ്, ഈ വണ്ടി കിടക്കുന്നതാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ ഇയാള് പറയുന്നത് എന്റെ വണ്ടിയാണ്, ഞാൻ മാറ്റിത്തരാന്ന് പറയും. അങ്ങനെ അവരവിടെ സംസാരിച്ച് നല്ലൊരു പരിചയമായല്ലോ. അപ്പൊ ഇയാള് വണ്ടി മാറ്റാനുള്ള രീതിയിൽ വന്നിട്ട് ഇയാള് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എന്തോ ഇഞ്ചക്ട് ചെയ്യും, ഇവരുടെ ബോധം പോകും. എന്നിട്ട് ഇവരെ കിഡ്നാപ്പ് ചെയ്ത് അയാളുടെ വണ്ടിയിലിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇവരുടെ കയ്യില് മറ്റേ ടാഗ് ഒക്കെ വെച്ച് കെട്ടി മുറുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത സീറ്റിൽ ഇവർ ഇരുത്തിയേക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് ബോധം വന്നു. പക്ഷെ ഇയാൾ കൊടുത്ത ഇഞ്ചക്ഷൻ ഇവരുടെ ബോഡിയിലെ മസിൽസിനെ എല്ലാം മരവിപ്പിക്കുന്നതായിരുന്നു. ബോധം വന്നെങ്കിലും ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. കാറിന്റെ ഡോറ് തുറക്കാനും ഒന്നും അവർക്ക് പറ്റുന്നില്ല, അവർക്ക് മൂവ്മെന്റേ പറ്റുന്നില്ല. അപ്പൊ ഇയാൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഫ്യൂവൽ അടിക്കാൻ എങ്ങാണ്ടായിട്ട് ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇവര് ശ്രമിക്കുവാണ് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല, കാരണം ഇവരുടെ മസിൽസ് എല്ലാം മരവിച്ചിരിക്കുവാണല്ലോ. അപ്പോഴാണ് ഇവർ ഓർക്കുന്നത് ഇവര് കുട്ടികളെ യൂറോപ്യൻ കൺട്രീസിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ആവാനായിട്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. അപ്പൊ ഈ കുഞ്ഞിനെ ഇവരൊരു ആക്ടിവിറ്റി ചെയ്യിച്ചിരുന്നു. കൗണ്ടിങ്ങും ആണ് അതിന്റെ ഒപ്പം ഈ നമ്മുടെ വിരലുകളിൽ ചെറിയ മസിൽസ്, ഈ മസിൽസിന്റെ ഡെവലപ്മെന്റും ആയിരുന്നു. അതായത് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ചെറിയ വിരലില്ലേ, അത് നമ്മുടെ ഈ തമ്പുമായിട്ട് 1 2 3 4 again 6 5 6 7 8 ആ രീതിയിൽ ഇങ്ങനെ കൗണ്ടിങ് അവര് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി ഓരോ പ്രാവശ്യം ഇങ്ങനെ വിരലിങ്ങനെ അയക്കുമ്പോ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഈ മസിൽസ് ഡെവലപ്പ് ആവുകയാണ്, ചെറിയ മസിൽസ്. ഇവർക്ക് കാറിന്റെ ഡോറ് തുറക്കണമെങ്കിൽ ഈ വിരലുകൾ നല്ലപോലെ മൂവ് ചെയ്യണമല്ലോ. അങ്ങനെ ഇവര് കുഞ്ഞിനെ പഠിപ്പിച്ചത് ഓർത്തിട്ട് ഇവര് തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യും. കുറെ നേരം ചെയ്യുമ്പോൾ ഇവരുടെ വിരലിലെ മരവിപ്പ് മാറി അത് മൂവായി ഇവര് ഡോറ് തുറന്ന് ഇവര് രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ആകണം. അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അല്ലാതെ 2.5 വയസ്സ് കഴിയുമ്പോഴേക്ക് എഴുത്തിനൊക്കെ എത്തിയിട്ട് കുട്ടിയെ ഇങ്ങനെ പിടിച്ചെഴുതിപ്പിക്കുന്നത് അത് അവർക്ക് തന്നെ വരണം, നാച്ചുറലായി വരണം. അവർക്ക് മണിക്കൂറുകളോളം എഴുതാൻ പറ്റില്ലേ തുടക്കത്തില്. അതിനനുസരിച്ച് ബ്രേക്ക് കൊടുത്ത് വേണം എഴുതാൻ. അതല്ലേ ചെറിയ ക്ലാസ്സുകളിൽ ഹോംവർക്ക് അധികം കൊടുക്കരുതെന്ന് പറയണേ. അവരെ കൊണ്ട് പറ്റില്ല, അവർക്കത് മടിയായിട്ടല്ല, അവരുടെ ആ കുഞ്ഞു വിരലുകൾക്ക് അത്രയും ശേഷിയുള്ളൂ. അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഇപ്പോഴത്തെ സിലബസ്, ഞാൻ ടീച്ചറാണ്, ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് കുട്ടികൾക്ക് എഴുതാനേക്കാളും കൂടുതൽ എക്സ്ട്രാ വർക്കുകൾ, അതായത് പലതരം ആക്ടിവിറ്റികളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അതായത് ഇപ്പോ പല സാധനങ്ങൾ ഉണ്ടാക്കുക, അല്ലെ പിന്നെ കളറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർക്ക് അധികം റൈറ്റിങ്ങിന് അധികം ഇത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റങ്ങളാണത്. വളരെയധികം കുട്ടികൾക്ക് വളരെയധികം കുട്ടികൾ വളരെ ഹാപ്പിയാണ്, അവരുടെ ഫിറ്റ്നസ് അവർ വളരെ ഇതാണ്. ഇന്ന് തന്നെ ഒരു പട്ടം പറപ്പിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്.
കുട്ടികള് വീട്ടുകാരുടെ സഹായം ചെയ്ത് കൊണ്ടുവരുന്നെങ്കിലും പണ്ടത്തെ ആ ഒരു മെന്റലി ആ ഒരു ഉണ്ടാകുന്നൊരു ഇത് അവർക്ക് ഓക്കെ, ഏത് സ്കൂളില്? ജെയിൻ എന്നാണോ പേര്? ഏത് സ്കൂളില്? ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം. ഏതാ സ്കൂളിന്റെ പേരെന്താ? സെയിന്റ് മൈക്കിൾസ് LPS കോട്ടപ്പുറം. എത്ര നാളായി വർക്ക് ചെയ്യണു? ഞാൻ അടുത്ത വർഷം റിട്ടയർഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും കുറെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കേൾക്കാലോ. നമ്മളുടെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് കേട്ടോ, സബ്ജക്ട് സ്റ്റഡിങ് അല്ല. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അതാണ് സ്പെല്ലിംഗ് എന്താണ്? ഫൈൻഡ് എന്നാണോ ഫൈൻ എന്താണത്? ക്ലിയർ ആയില്ല. സ്പെല്ലിംഗ് എന്താണ്? FINE, ഫൈൻ മോട്ടോർ സ്കിൽ. മറ്റേത് ഗ്രോസ് ആണ്, GROSS. ലാർജ് മസിൽസിന്റെ ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ. റെക്കോർഡ് എത്രണ്ണം വേണമെന്ന് ഞാൻ പറയാം, എങ്ങനത്തെ വേണമെന്നും പറയാം. നമുക്ക് 5 റെക്കോർഡാണ് വേണ്ടത്. അതില് റെക്കോർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, പേപ്പർ മാർട്ടുകളിലോ ബുക്ക് സ്റ്റോളിലോ പോയാൽ കിട്ടും. പ്രത്യേകിച്ചും +1 +2 സ്കൂളൊക്കെ ഉള്ളതിന്റെ അടുത്തുള്ള പേപ്പർ മാർട്ടുകൾ ബുക്ക് സ്റ്റോളിൽ ഉണ്ടാവും. കാരണം സയൻസ് സ്റ്റുഡൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനൊക്കെ റെക്കോർഡ് വേണ്ടി വരും അല്ലെ. അപ്പോ 2 ടൈപ്പ്, ഒരു 120 പേജസിന്റെ റെക്കോർഡ് മതി കേട്ടോ. അതിൽ കൂടുതൽ എടുക്കണ്ട, കാരണം ചിലപ്പോൾ നമുക്ക് അത്രയും വേണ്ടി വരില്ല. 2 ടൈപ്പ് റെക്കോർഡാണ് ഞാൻ സാധാരണ പറയാറ്. അതായത് നമുക്ക് 2 സൈഡ് പ്ലെയിനും അതുപോലെ തന്നെ ഒരു സൈഡ് റൂൾഡും, റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് അൺറൂൾഡും ആയിട്ടുള്ള റെക്കോർഡുകൾ അവൈലബിൾ ആണ്. പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. മാം ഒന്നുകൂടെ പറയാവോ? ആൻസർ മാം എത്ര റെക്കോർഡ്സ് വേണമെന്നാ പറഞ്ഞത്? 5. ഇത് കാണാമോ? റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് അൺറൂൾഡും. ഓക്കെ മിസ്, കാണാം. ഇത് 3 എണ്ണം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. 3 റെക്കോർഡ് റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് അൺറൂൾഡും നന്നായിരിക്കും. കാരണം എന്റെ കേസിലാണെങ്കിൽ എനിക്ക് വരയിടാത്തയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വേറെ എന്തൊക്കെയോ. അതേസമയം റൂൾഡിലാണെങ്കിൽ നല്ലതായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നു, അതിന് കറസ്പോണ്ടിങ് പിക്ചേഴ്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് റെക്കോർഡ് 3 എണ്ണം വേണമെന്ന് പറയുന്നത്. 3 എണ്ണത്തിൽ നമുക്ക് എഴുതാനും ഉണ്ട്, പിക്ചേഴ്സും ഉണ്ട്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പിക്ചർ ഒട്ടിക്കാൻ, വരെയുള്ള പേജിൽ പിക്ചർ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടിക്കുന്നത് പിന്നെയും നമുക്ക് പ്രശ്നമില്ല, വരയ്ക്കാൻ ഇഷ്ടമുള്ളവരും വരയ്ക്കാൻ അറിയുന്നവർക്കും വരയ്ക്കാം. നിങ്ങൾക്ക് ഓൺ ഡ്രോയിങ് വേണം, നിങ്ങൾക്ക് വരയ്ക്കാം. പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിക്കണം എന്ന് നിർബന്ധമില്ല, വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം. വരയ്ക്കണമെങ്കിൽ പ്ലെയിൻ പേജസ് വേണോ? എല്ലാ 3 റിപ്പോർട്ട് 120 പേജസിന്റെ വേണോ? 120 പേജസിന്റെ മതിയാകും, ഇനഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം അതിൽ കൂടുതൽ വാങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം, റെക്കോർഡ് ബുക്കിന്റെ പകുതി ആയപ്പോഴേക്കും കണ്ടന്റ് തീർന്നു, ഇനിയും കുറെ പേജസ് ഉണ്ടെന്നൊക്കെ പറയും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരെണ്ണം. ഞാൻ കവർ ചെയ്തേക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഫ്രണ്ട് പേജ് ഒന്നും കാണാൻ പറ്റില്ല. അന്ന് കവർ ചെയ്തത് ഒരു 8 years ബാക്ക്. ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ ഫ്രണ്ടിൽ ഉണ്ടാവില്ലേ? ഇത് +2 സ്റ്റുഡൻസിന്റെ സയൻസ് റെക്കോർഡാണ്. യെസ് മാം, ഞങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നു. ഫിസിക്സിലൊക്കെ യൂസ് ചെയ്തിരുന്നു, കെമിസ്ട്രിക്കൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇതുപോലത്തെ. പിന്നെ 3 എണ്ണാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, റൂൾഡും അൺറൂൾഡും. ഇനി 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 2 വർക്കിന് 2 റെക്കോർഡ് ബുക്ക് 2 സൈഡും പ്ലെയിൻ മതി. കാരണം അതിൽ കാര്യമായി എഴുതാനൊന്നുമില്ല, ഫുൾ പിക്ചേഴ്സ് ഒട്ടിക്കുന്നതും വരയ്ക്കുന്നതും ഒക്കെയാണ്, അതിനകത്ത് എഴുതാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കാലോ. 2ലും പിക്ചേഴ്സ് ഒട്ടിച്ചു പോകാം, നമുക്ക് അതിനകത്ത് എഴുതാൻ ഇല്ല. 1 or 2 ഇതിൽ മാത്രം ഒരു റെക്കോർഡിനുണ്ട്, ബാക്കി ഫുൾ നമ്മൾ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അത് 2 സൈഡും പ്ലെയിൻ വേണമെന്ന് പറഞ്ഞത്. ഈ കുട്ടികൾ പറഞ്ഞു 5ഉം ഞങ്ങൾ 2 സൈഡും പ്ലെയിൻ വാങ്ങിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്ലെയിനിൽ എഴുതാൻ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്.
അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ ചില കുട്ടികൾ പറഞ്ഞു 2 സൈഡും പ്ലെയിനേ അവൈലബിൾ ഉള്ളൂ, പക്ഷെ എനിക്ക് വരയുള്ളതിൽ എഴുതാനാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് റൂൾഡ് ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു ലോങ് പേപ്പർ റൂൾഡ് എടുത്തിട്ട് ഈ വരയില്ലാത്ത പ്ലെയിൻ പേപ്പറിന്റെ അടിയിൽ വെക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഇംപ്രഷൻസ് മോളിൽ കാണാലോ. നല്ലപോലെ സെക്യൂർ ചെയ്യുക, ഫ്ലിപ്പ് ചെയ്തിട്ടെങ്ങാനും സെക്യൂർ ചെയ്ത് എഴുതുന്ന സമയത്ത് അങ്ങനെ വെച്ച് എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് വരയിട്ടത്തിൽ എഴുതിയ പോലെ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ എഴുതാൻ കോൺഫിഡൻസ് ഇല്ലാത്തത്, എനിക്കൊക്കെ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത്. നിങ്ങൾക്ക് എല്ലാ റെക്കോർഡും 2 സൈഡും പ്ലെയിൻ വാങ്ങാം. ബട്ട് നമുക്ക് 3 റെക്കോർഡ്സിന് റൈറ്റ് സൈഡിൽ എഴുതണം, ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഉണ്ട്. 2 റെക്കോർഡിന് പിക്ചേഴ്സ് ആണ് കൂടുതൽ. അവിടെ എഴുതിയിട്ടുണ്ട്, സാന്ദ്ര ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. നല്ലപോലെ ഉറപ്പാക്കിയതിന് ശേഷം പോയി റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. യെസ്, അത് തന്നെ സാന്ദ്ര. ഇനി കടയിൽ ഷോപ്പിൽ പോകുമ്പോഴേക്കും ഇങ്ങനെ അയ്യോ അങ്ങനെ കിട്ടുന്നില്ല, ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ മാക്സിമം അതിന് വരുന്ന ഈ പറഞ്ഞ പേജസ് വരുന്ന റെക്കോർഡ് ബുക്കിന് 70, 80, 90, മാക്സിമം ഒരു 120 വരെ ആട്ടോ ഇതുവരെ കുട്ടികൾ റേറ്റ് പറഞ്ഞിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് റേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് ഒരു പക്ഷെ വലിയ റെക്കോർഡായിരിക്കും. പിന്നെ പുറത്ത് ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ അതിന് പകരം അവരെന്തോ മാനുസ്ക്രിപ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു രീതിയിലുള്ള നോട്ട്ബുക്ക്, ഒരു പ്രത്യേക നോട്ട്ബുക്ക് അത് മതിയോ എന്ന് എന്നോട് ചോദിച്ചു. മതിയാകും, നല്ലപോലെ സൂക്ഷിക്കുക. ഇതിന്റെ വർക്ക് ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തരാം. ആദ്യം ഞാൻ 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ലെസൺസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ആ 2 റെക്കോർഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോഴാണ് ഞാൻ അടുത്ത 2 തരുള്ളൂ. ഓക്കെ മാം, ഇത് കൂടാതെ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് വേറെ സെപ്പറേറ്റ് മാമിന്റെ തന്നെ നോട്ട്ബുക്ക് എന്തെങ്കിലും വെക്കണോ, മെയിൻറ്റെയിൻ ചെയ്യണോ? നിങ്ങൾക്ക് അസൈൻമെന്റ് തരും. ആ അസൈൻമെന്റിന് എല്ലാ ടീച്ചേഴ്സും ചിലപ്പോൾ അസൈൻമെന്റ് തരാം. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് കരുതണ്ട. നമ്മുടെ കോഴ്സിന് ഒരുമിച്ച് ഒറ്റൊരു നോട്ട്ബുക്ക് അസൈൻമെന്റ് കരുതിയാൽ തരുന്ന അസൈൻമെന്റ് സെപ്പറേറ്റ് നോട്ട്ബുക്ക് വെക്കണം, പിന്നെ നോട്ട്സിന് വേണ്ടി സെപ്പറേറ്റ് നോട്ട്ബുക്ക്. യെസ്, അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം ലെക്ചർ നോട്ട്സ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരവരുടെ ഒരു രീതിയാണല്ലോ. അപ്പൊ അതിന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഡയറി വേണോ നോട്ട്സ് വേണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലാണെങ്കിൽ ശ്രദ്ധിക്കാൻ ലൂസ് ഷീറ്റിലാണ് നിങ്ങൾ അസൈൻമെന്റ് അല്ലെങ്കിൽ ഇതുപോലെ നോട്ട്സ് എഴുതുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. കാരണം ലൂസ് ഷീറ്റിൽ അസൈൻമെന്റ് എഴുതിയ കുട്ടികളെല്ലാം പറഞ്ഞു അത് ഇടയ്ക്കുള്ള പേജൊക്കെ എങ്ങനെയോ മിസ്സേഹനം ഫാനിന്റെ കാറ്റ് കൊണ്ട് ടേബിളിന്റെ അടിയിലോ അൽമാരയുടെ അടിയിലോ ഒക്കെ പോയാലും നമ്മൾ അറിയില്ലെങ്കിൽ അഥവാ വീട് ക്ലീൻ ചെയ്യുന്നവർ കാണുന്നില്ലെങ്കിൽ 120 പേജസ് ഇനഫ് ആണ്. പിന്നെ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കും കേട്ടോ. അതും കൂടെ ഒന്ന് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആ ഇതിൽ കൊള്ളുന്നതാണെന്ന് നോക്കുക. എനിക്ക് 120 പേജസിന്റെ റെക്കോർഡായിരുന്നു. മിക്ക റെക്കോർഡ് ബുക്കിൽ എനിക്കൊരു 10 to 15 പേജസ് ഒക്കെ ബാക്കി ബാലൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ അസൈൻമെന്റ് എല്ലാം ടീച്ചർമാരുടെ ഒരു ബുക്കിൽ എഴുതിയാൽ മതിയോ? മതി. നിങ്ങൾ അതിന്റെ പിക്ക് എടുത്തിട്ടല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ബുക്ക് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, ഒറ്റ ബുക്ക് മതി. അതാകുമ്പോൾ നമുക്ക് കീപ്പ് ചെയ്യാനും എളുപ്പമാണ്. കാരണം ചിലപ്പോൾ ഒരു ബുക്ക് പല ബുക്ക് വാങ്ങിച്ച് കഴിയുമ്പോൾ കുറെ പേജ് ബാക്കി വരും. യൂസ് ചെയ്യുമെങ്കിൽ നോ പ്രോബ്ലം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ നല്ല കുഴപ്പമൊന്നുമില്ല. പേപ്പറിൽ എഴുതുന്നവർ ശ്രദ്ധിക്കുക, ഫയലിൽ സെക്യൂർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില ടോപ്പിക്സ് വലിയ ബുക്ക് വേണ്ട ഒരു ദിവസം ഒരു സാധാരണ നോർമൽ കോളേജ് നോട്ട്ബുക്ക് മതിയാകും. കോളേജ് നോട്ട്ബുക്ക് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് അസൈൻമെന്റ് എഴുതാൻ വാങ്ങിയ ബുക്ക് ഇതാണ് കേട്ടോ. ഞാൻ ഇത് മതിയാവോ? ഇത് നല്ല കട്ടിയുള്ള ബുക്കാണ്. ഒത്തിരി അങ്ങ് സ്പെൻഡ് ചെയ്യണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഇത് ഏകദേശം ഒരു 120 പേജസിന്റെ ഒരു ബുക്കാണ്. ഇതിലാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒറ്റ അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഒരു 10-12 ക്വസ്റ്റ്യൻ ഒരുമിച്ചുള്ളതായിരുന്നു. അത് മാത്രമായിട്ടാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വലിയ കോളേജ് നോട്ട്ബുക്കാണ്. 2ന്റെ വലിപ്പം നോക്ക്. ഇത്രയും ലോങ്ങിന്റെ ആവശ്യമില്ല. ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ വാങ്ങിച്ചോളൂ.
ചെറിയ കോളേജ് നോട്ട്ബുക്ക് ആയാലും മതി. ക്ലാസ്മേറ്റിന്റെ ഒക്കെ ബുക്കുകൾ വലുതായിരിക്കും തോന്നുന്നു. ക്ലാസ്മേറ്റിന്റെ കോളേജ് നോട്ട്ബുക്കുകൾ കിട്ടും. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കോളേജ് ക്ലാസ്മേറ്റ് ഒത്തിരി ലെങ്ത് എനിക്ക് തോന്നുന്നു കാണാൻ അത്ര ഇഷ്ടമായില്ല, ഒത്തിരി ലെങ്ത് ഉള്ളത്. ഇതാണ് കുറച്ചുകൂടി എനിക്ക് ക്യൂട്ട് ആയിട്ട് തോന്നുന്നത്. പിന്നെ കേട്ടില്ല. എന്തോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ പുതിയതായി ജോയിൻ ചെയ്താണ്, 2 ദിവസമായിട്ടുള്ളൂ. ആണോ? ഓക്കെ ഓക്കെ. അതിങ്ങനെ ഓരോ ലോട്ടായിട്ട് അയക്കുന്നതായിരിക്കാം. ഞാനൊന്ന് അന്വേഷിച്ചു. ഓക്കെ, പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഓരോരുത്തര് സബ്ജക്റ്റ് ഇല്ലേ ഓരോ മിസ്സുമാരുടെ, അപ്പൊ ഒരൊറ്റ അസൈൻമെന്റ് ബുക്ക് മതി എന്നാണോ പറയണ? ആകെ ഒറ്റ ബുക്കിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കാരണം എന്ന് വെച്ചാൽ 2-3 ബുക്ക് വാങ്ങിച്ച് എഴുതുന്നതിനേക്കാളും നിങ്ങൾക്ക് സൂക്ഷിക്കാനും ആ ടോപ്പിക് എഴുതിയിട്ടാണല്ലോ നമ്മൾ എന്തായാലും അസൈൻമെന്റ് എഴുതുന്നത്. ഒരു ഫ്രണ്ട് ഷീറ്റ് പോലെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ടോപ്പിക് ടൈറ്റിൽ എഴുതിയിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. അസൈൻമെന്റ് എഴുതാൻ പ്ലെയിൻ നോട്ട്ബുക്ക് തന്നെയാണോ വാങ്ങണ്ടേ? അത് ഏതിലാണോ കോൺഫിഡൻസ്. അസൈൻമെന്റ് നമുക്ക് കാര്യമായ പിക്ചേഴ്സ് ഒന്നും വരുമൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ലൈനുള്ള ബുക്കാണ് ഞാൻ പഠിച്ച സമയത്ത് അസൈൻമെന്റ് എഴുതാൻ വാങ്ങിയത്. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റീസ് പറഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടാത്തതാണ്, നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കണം. പിന്നെ ചിലപ്പോ ഡയറ്റ്, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഒരു വീൽ ചാർട്ട് പോലെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് കാർഡ് ബോർഡിൽ ഒട്ടിച്ചിട്ടോ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ കയ്യിൽ എഴുതി വെക്കണം, സൂക്ഷിച്ചു വെക്കണം ഉണ്ടാക്കിയിട്ട്. അത് വേണ്ടി വരും ലാസ്റ്റ് വൈവയുടെ ടൈമിൽ. അതുപോലെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് മാം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞു പോകുന്നത് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, വാക്സിനേഷൻ, കുട്ടികൾക്ക് ഓരോ ഏജിലും ഏത് വാക്സിനേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷെ ഡോണ്ട് ഫോളോ ദാറ്റ്. കാരണം വാക്സിനേഷൻ അപ്ഡേറ്റഡ് ആണ് ഓരോ പ്രാവശ്യം. റീസെന്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ചാർട്ട് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. കുട്ടികൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇനിയിപ്പോ ബർത്തില് പിന്നെ 2 വീക്സ് ആകുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചില കുട്ടികൾ അതിനനുസരിച്ച് ഏജ് ഉള്ള കുട്ടിയുടെ പിക്ചർ വരച്ചു. 2 മാസം ആകുമ്പോ, 3 മാസം ആകുമ്പോ, 1 വയസ്സാകുമ്പോ അങ്ങനെയൊക്കെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടായിരുന്നു കളക്ട് ചെയ്യാൻ. യെസ്, ഒന്നുകൂടി മാം, കിട്ടിയില്ല. ഇപ്പൊ പറഞ്ഞില്ലേ മാം, അതൊന്നുകൂടി കാര്യമാണോ? ആക്ടിവിറ്റീസിന്റെ കാര്യമാണോ? ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് തരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ ഞാൻ ബാലൻസ്ഡ് ഫുഡ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഡയറ്റ് ചാർട്ട്, ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് അതിന്റെ ഡയറ്റ് ചാർട്ട്. ഡ്രോയിങ് അറിയില്ല, നോ പ്രോബ്ലം, പേസ്റ്റ് ആക്കിയാലും മതി, നോ ഇഷ്യൂ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചില ആക്ടിവിറ്റീസ് ഒക്കെ തരും. പിന്നെ നമ്പർ ചാർട്ട്, അതായത് 1 ഉള്ള നമ്പർ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചർ ഏതാ? അതെ മിസ്, ആദ്യം വാക്സിനേഷന്റെ ചാർട്ട് അല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പൊ ഡയറ്റ് ചാർട്ട് ആണോ വാക്സിനേഷൻ ചാർട്ട് ആണോ വേണ്ടത്? ഞാനിപ്പോ അത് ഉണ്ടാക്കാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ആക്ടിവിറ്റീസ് തരുന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ എടുക്കുന്ന യൂണിറ്റ് 1 ഇല്ലേ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി ഇതാണ്. ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾക്ക് വീല് പോലെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കേക്കിന്റെ ഒക്കെ ബേസ് ഇല്ലേ, അതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെയാ, പ്രോട്ടീൻസ് വേണം, മിനറൽസ് വേണം, ഫാറ്റ്സ് വേണം, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് വേണം. അങ്ങനെ ഓരോ കണ്ടന്റും ഇത്ര പെർസെന്റേജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയ അത് ഈ കേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്യില്ലേ, അതുപോലെ ആ സർക്കിളിനെ കട്ട് ചെയ്തിട്ട് അതില് പ്രോട്ടീൻസ് വരുന്ന പിക്ചേഴ്സ് ഒട്ടിക്കാം ഒരു പീസിൽ. അങ്ങനെ അങ്ങനെ ഒട്ടിച്ച് അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കുറേ കാണും അതിന്റെ മോഡൽസ്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് മിസ് തരുമായിരിക്കും. ചൈൽഡ്ഹുഡ് ഡിസീസ് എടുക്കുന്നില്ലേ. പിന്നെ ഈ ലെസൺ കഴിയുമ്പോൾ ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്യണം, നോട്ട്ബുക്കിൽ പറ്റൂല. വലിയ സൈസ് നോട്ട്ബുക്കില് വലിയ സൈസ് നോട്ട്ബുക്കിൽ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാർട്ട് പേപ്പർ നമുക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ചെറിയ കുട്ടികളുണ്ട് 2 പേര്, അവരെന്തായാലും അത് നശിപ്പിച്ചു കളയും.
വലിയ പ്ലെയിൻ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അതിനകത്ത് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സ്കൂളിലേക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകില്ലേ, അപ്പൊ ഈ നോട്ട്ബുക്ക് നമുക്ക് റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മൾ അന്ന് അവര് ബാലൻസ്ഡ് ഡയറ്റ് ചാർട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ അതൊരു ചാർട്ട് പേപ്പറിൽ ഇത് നോക്കി നമുക്ക് റെഫറൻസ് ആയത് അത് നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയുന്ന പോലെ ഇത് നോക്കിയിട്ട് നമ്മൾ വരച്ച് ചാർട്ട് പേപ്പറുമായിട്ട് നമുക്ക് സ്കൂളിൽ പോകാം. അപ്പൊ A4 ഷീറ്റിൽ ചെയ്യാം, പക്ഷെ അത് പേജ് ലൂസ് ഷീറ്റുകൾ മിസ്സാവാതെ നിങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കണം. മാം അസൈൻമെന്റ് വേറെ റെക്കോർഡ് വേറെ അങ്ങനെയല്ലേ? അതെ അതെ അതെ, അസൈൻമെന്റ് വേറെയാണ്. റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ തരും. ഓക്കെ ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഹലോ മാം. ഹായ് ഓൾ ഓഫ് യു, ഗുഡ് ഈവനിങ്. ഇന്ന് ജിഷ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. പിന്നെ ഇന്ന് പ്രയർ ലുബ്ന ഇസ്മായിൽ ആയിരുന്നു. സൈനിങ് ഇന്ന് ഷംസി. തോട്ട് ഓഫ് ദി ഡേ റിയ. പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് ക്ലാസ് എടുത്തത് യൂണിറ്റ് ഫസ്റ്റിലെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് വെൽനെസ് അതായിരുന്നു ഇന്ന് മെയിൻ ടോപ്പിക്. അതായിരുന്നു അതിൽ ഇമോഷണൽ വെൽനെസ് അതിനെ പറ്റി ക്ലാസ് എടുത്ത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു കെയർ ഫോർ ആൻഡ് മെയിൻറ്റെയിൻ എ ഹാപ്പി ആൻഡ് വർത്തി ഹ്യൂമൻ ലൈഫ്. അതായിരുന്നു ഇമോഷണൽ വെൽനെസ്സിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് മിസ് ക്ലാസ് എടുത്തത്. അതിൽ ഹെൽത്തിനെ 3 ട്രയാങ്കിൾ ആയിട്ട് ഹെൽത്ത് ബാലൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫിസിക്കല്, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത് മിസ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് 2 ടൈപ്പ് ആയിട്ട് മിസ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മോട്ടോർ എക്സസൈസ്, മോട്ടോർ മൂവ്മെന്റ്സ് ആൻഡ് വെൽനെസ് മൂവ്മെന്റ്സ്. ശരിയാണ് മിസ്, ഞാൻ എൻ്റെ ഒരു ഇതിൽ എഴുതിയതാണ്, ലെക്ചർ നോട്ടായിട്ട് എഴുതിയത്. ഓക്കെ. പിന്നെ മോട്ടോർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് മൂവ്മെന്റ്സ് ഓഫ് ബോഡീസ് മസിൽസ് ടു പെർഫോം എ ടാസ്ക്. പിന്നെ വെൽനെസ് ഫങ്ഷൻ ഇൻ ഇമോഷൻ, ബോഡി, സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് പർപ്പസ് ഓഫ് കമ്മ്യൂണിറ്റി. അതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെടുത്തത്. പിന്നെ മിസ് പറഞ്ഞത് മെയിനായിട്ട് റെക്കോർഡിനെ കുറിച്ചിട്ടായിരുന്നു. 5 ടൈപ്പ് ഓഫ് റെക്കോർഡ് ഉണ്ട്. അതിൽ 2 സൈഡ് ലൈൻ ഉള്ളതും ലൈൻ ഇല്ലാത്ത അങ്ങനെ മിസ് വാങ്ങിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്ക് മനസ്സിലായ ക്ലാസ് ഇന്ന് 3 ആണ്. ഞാൻ ലെക്ചർ നോട്ടിൽ എഴുതിയത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ ബൈ. അസൈൻമെന്റ് ആക്ടിവിറ്റി സെപ്പറേറ്റ് ആട്ടോ. ഒരു മെസ്സേജ് കണ്ടിരുന്നു അതിന്റെ ഇടയ്ക്ക് ഫാത്തിമ സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ പറയാതിരുന്നു. ഓക്കെ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ബൈ. ഹായ്. Thank you, ma'am. Thank you, miss. Thank you, miss. Bye, miss. Thank you.